നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ദേശീയപാതയിൽ ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. കോടാലി മുരുക്കുങ്ങലിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു. മുരുക്കുങ്ങൽ താളുപ്പാടത്ത് മുണ്ടാടൻ ബാബുവിന്റെയും പോളിന്റെയും കൃഷികളാണ് കാട്ടാന നശിപ്പിച്ചത്. പാലപ്പിള്ളി നടാമ്പാടത്ത് ഒറ്റയാൻ വനാതിർത്തിയിലെ സുരക്ഷാ ഭിത്തിയും സോളാർ വേലിയും തകർത്തു. തൃശൂർ ജില്ലാ കളക്ടറായി അർജുൻ പാണ്ഡ്യൻ ചുമതലയേറ്റു. ജില്ലയുടെ ആവശ്യങ്ങളും സാധ്യതകളും വിശദമായി പഠിച്ചുള്ള ഇടപെടലുകൾ നടത്തുമെന്ന് കളക്ടർ. വാർത്തകൾ വിശദമായി. ദേശീയപാതയിൽ ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. പാലക്കാട് ആലത്തൂർ സ്വദേശി മൂച്ചിക്കാട് വീട്ടിൽ ഷാഹുൽ ഹമീദിന്റെ മകൻ 25 വയസ്സുകാരൻ നൌഫലാണ് മരിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ 1:30 അപകടം. ആലത്തൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന വഴിയായിരുന്നു അപകടം. നൌഫൽ എറണാകുളത്ത് കൊറിയർ സർവീസ് ജീവനക്കാരനായിരുന്നു. കോടാലി മുരുക്കുങ്ങലിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു. മുരുക്കുങ്ങൽ താളുപ്പാടത്ത് മുണ്ടാടൻ ബാബുവിന്റെയും പോളിന്റെയും കൃഷികളാണ് കാട്ടാന നശിപ്പിച്ചത്. 250ഓളം വാഴകളും 1 തെങ്ങ്, 3 അടയ്ക്കാമരം എന്നിവയും കാട്ടാന നശിപ്പിച്ചു. വ്യാഴാഴ്ച രാത്രി 10-നാണ് സംഭവം. പതിവായി ആനയിറങ്ങുന്ന ഈ പ്രദേശത്ത് സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ചിരുന്നതിനാൽ 6 മാസത്തോളമായി ഇവിടെ ആനയിറങ്ങാറില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫെൻസിംഗ് കൃത്യമായി പ്രവർത്തിക്കാത്തതാണ് ആനയിറങ്ങാൻ കാരണമെന്ന് കർഷകൻ പറഞ്ഞു. വനംവകുപ്പ് അധികൃതരും പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പനും സ്ഥലം സന്ദർശിച്ചു. കുറെ നാളുകളായിട്ട് ഇവിടെ ഈ പരിസരത്ത് ആനകൾ ഇറങ്ങാറില്ല. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വലിയൊരു പ്രതിഷേധത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് ഇവിടെ സോളാറിന്റെ ഫെൻസിംഗ് ഒക്കെ കംപ്ലൈന്റുകളൊക്കെ തീർത്ത് ഇത്രയും നാളും വളരെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരുന്നായിരുന്നു. പക്ഷെ ഇപ്പോ അത് മെയിൻ്റനൻസ് ഇപ്പൊ കുറെ നാളുകളായിട്ട് അത് ആനകൾ വരാത്തതിന്റെ പേരിലൊക്കെ ആയിരിക്കാം ചിലപ്പോ ഇത് ഇപ്പൊ നിലവിൽ സോളാറിന്റെ ഫെൻസിങ്ങില് മെയിൻ്റനൻസിന്റെ ഒരു അഭാവം മൂലം ഇപ്പൊ ഫെൻസിങ് വീണ്ടും തകരാറായിരിക്കുകയാണ്. അപ്പോ ഇപ്പോ ആനകൾ വരാത്തത് കാരണം തന്നെ ആൾക്കാർ ഇപ്പോ ഇവിടുത്തെ ജനങ്ങള് കൃഷിയിലേക്ക് വീണ്ടും സജീവമായി ഇപ്പൊ പുതിയതായിട്ട് വാഴ വെച്ചൊരു സാഹചര്യത്തിലാണ് വീണ്ടും ഇതുപോലെ ആനകൾ ഈ കൃഷി സ്ഥലത്ത് എത്തുകയും 250ഓളം വാഴകളാണ് ഇപ്പൊ നിലവിൽ നമ്മുടെ മുണ്ടാടൻ ബാബുചേട്ടന്റെയും അതുപോലെ തന്നെ പോളേട്ടന്റെ ഒക്കെ വാഴകൾ ഇവിടെ നശിപ്പിക്കപ്പെട്ടിരിക്കും. പാലപ്പിള്ളി നടാമ്പാടത്ത് ഒറ്റയാൻ വനാതിർത്തിയിലെ സുരക്ഷാ ഭിത്തിയും സോളാർ വേലിയും തകർത്തു. ജനവാസ മേഖലയോട് ചേർന്ന പ്രദേശത്ത് കാട്ടാന നില ഉറപ്പിച്ചതോടെ നാട്ടുകാർ ഭീതിയിലാണ്. കഴിഞ്ഞ ദിവസം നടാമ്പാടം അബ്ദുള്ളപ്പാവു ഭാഗത്താണ് ആന വൈദ്യുതവേലി തകർത്ത് തോട്ടത്തിലേക്ക് കടന്നത്. കമ്പിവേലി ഉറപ്പിച്ച ഇരുമ്പുകാൽ ചവിട്ടി വളച്ച നിലയിലാണ്. കഴിഞ്ഞ രാത്രിയിൽ കവരംപള്ളി കുന്നിലെത്തിയ ഒറ്റയാൻ തിരിച്ചു പോയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെ വനം വകുപ്പ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വനമേഖലയോട് ചേർന്നുള്ള പത്താഴപ്പാറ ഭാഗത്തും കാട്ടാനയുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ പറയുന്നു. ജനവാസ മേഖലയിലേക്ക് കടന്ന ഒറ്റയാൻ പാത്തിക്കിരി ചിറ ഭാഗത്ത് എത്തിയിട്ടുണ്ടെന്ന വിവരം പ്രചരിച്ചതോടെ നാട്ടുകാർ ആശങ്കയിലാണ്. തൃശൂർ ജില്ലാ കളക്ടറായി അർജുൻ പാണ്ഡ്യൻ ചുമതലയേറ്റു. വെള്ളിയാഴ്ച രാവിലെ 10-ന് സിവിൽ സ്റ്റേഷനിലെത്തിയ കളക്ടറെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ടി മുരളി, സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ്, അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ, മറ്റു ജീവനക്കാരും ചേർന്ന് സ്വീകരിച്ചു. കളക്ടറായിരുന്ന VR കൃഷ്ണതേജ ഇന്റർസ്റ്റേറ്റ് ഡെപ്യൂട്ടേഷനിൽ ആന്ധ്രാപ്രദേശിലേക്ക് പോയ ഒഴിവിലാണ് നിയമനം. തൃശൂർ ജില്ലാ കളക്ടർ പദവി അംഗീകാരമായി കാണുന്നതായി അദ്ദേഹം പറഞ്ഞു. ജില്ലയുടെ ആവശ്യങ്ങളും സാധ്യതകളും വിശദമായി പഠിച്ചുള്ള ഇടപെടലുകൾ നടത്തും. പൊതുജനങ്ങൾക്ക് സുതാര്യമായും സമയബന്ധിതമായും സേവനങ്ങൾ ലഭ്യമാക്കും. തൃശൂർ പൂരം മികച്ച രീതിയിൽ ഏകോപിപ്പിക്കും. നിലവിൽ കാലവർഷത്തോടനുബന്ധിച്ചുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സമഗ്ര വികസനത്തിനായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിന് ജീവനക്കാരുടെ സഹകരണവും പിന്തുണയും ആവശ്യപ്പെട്ടു. ചീഫ് സെക്രട്ടറിയുടെ സ്റ്റാഫ് ഓഫീസറും ലേബർ കമ്മീഷണറുമായിരുന്നു. 2017 ബാച്ച് കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായ അർജുൻ പാണ്ഡ്യൻ കണ്ണൂർ അസിസ്റ്റന്റ് കളക്ടർ, ഒറ്റപ്പാലം മാനന്തവാടി സബ് കളക്ടർ, അട്ടപ്പാടി നോഡൽ ഓഫീസർ, ഇടുക്കി ഡെവലപ്മെന്റ് കമ്മീഷണർ, അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ശബരിമല, റവന്യൂ വകുപ്പ് ജോയിന്റ് കമ്മീഷണർ, സംസ്ഥാന ലാൻഡ് ബോർഡ് സെക്രട്ടറി,
സാമൂഹിക സന്നദ്ധ സേന ഡയറക്ടർ, ഹൌസിംഗ് ബോർഡ് സെക്രട്ടറി, പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ തുടങ്ങിയ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. കൊല്ലം KTM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ബിരുദം കരസ്ഥമാക്കിയ ഇദ്ദേഹം ഇടുക്കി ഏലപ്പാറ സ്വദേശിയാണ്. പാണ്ഡ്യൻ ഉഷാകുമാരി ദമ്പതികളുടെ മകനാണ്. ഡോക്ടർ അനുവാണ് ഭാര്യ. ആദ്യമായി തന്നെ തൃശ്ശൂർ ജില്ലാ കളക്ടറായി പ്രവർത്തിക്കാൻ ലഭിച്ച അവസരം തന്നെ വലിയൊരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. അതിന് ജോയിൻ ചെയ്യുമ്പം വളരെ സന്തോഷവും പ്രതീക്ഷയുണ്ട് ഒരുപാട്. അപ്പം ജില്ലയിലെ പ്രത്യേകിച്ച് ഇന്ന് ജോയിൻ ചെയ്തുകൊണ്ട് ജില്ലയിലെ ആവശ്യങ്ങളും എന്തൊക്കെയാണ് ഇവിടുത്തെ സാധ്യതകളും കൂടുതലായിട്ട് പഠിച്ചിട്ട് നമ്മുടെ നല്ലൊരു വിശദമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നോക്കാനുണ്ട്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആഗോള വ്യാപകമായി സാങ്കേതിക പ്രശ്നം നേരിടുന്നു. കമ്പ്യൂട്ടറുകൾ തനിയെ റീസ്റ്റാർട്ട് ചെയ്യുകയും സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് പറയുന്ന ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് കാണിക്കുകയും ചെയ്യുന്നുവെന്ന് ലോകവ്യാപകമായി യൂസർമാർ പരാതിപ്പെടുന്നു. ലക്ഷക്കണക്കിന് വിൻഡോസ് യൂസർമാരെ ഈ പ്രശ്നം വലയ്ക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയിലും വിൻഡോസ് ഉപഭോക്താക്കൾ സങ്കീർണമായ പ്രശ്നം നേരിടുന്നതായി സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾ വെളിവാക്കുന്നു. ബ്രിട്ടനിലെ പ്രമുഖ ടെലിവിഷൻ വാർത്താ ചാനലുകളിലൊന്നായ സ്കൈ ന്യൂസിന്റെ പ്രക്ഷേപണത്തിലും തടസ്സം നേരിട്ടു. സ്കൈ ന്യൂസ് ഇന്ന് രാവിലെ തത്സമയം സംപ്രേഷണം ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. സംപ്രേഷണത്തിൽ തടസ്സം നേരിട്ടതിൽ കാഴ്ചക്കാരോട് ഖേദം അറിയിക്കുന്നു എന്നാണ് സ്കൈ ന്യൂസ് ചെയർമാൻ ഡേവിസ് റോഡ്സിന്റെ ട്വീറ്റ്. സ്കൈ ന്യൂസിന്റെ തത്സമയ സംപ്രേഷണം മുടങ്ങിയതോടെ എന്താണ് സംഭവിച്ചതെന്ന ഞെട്ടലിലായിരുന്നു കാഴ്ചക്കാർ. ചാനൽ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നേരിട്ട പ്രശ്നമാണെന്ന് സ്കൈ ന്യൂസിന് പിന്നാലെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ ട്വീറ്റ് ചെയ്തു. സമാന പ്രശ്നം കാരണം ഓസ്ട്രേലിയയിലും മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം താറുമാറായിട്ടുണ്ട്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സാങ്കേതിക പ്രശ്നം ബാങ്കുകളടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങളെയും വ്യോമയാന സർവീസുകളെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ആകാശ എയർ, ഇൻഡിഗോ അടക്കം ഇന്ത്യൻ കമ്പനികളും പ്രതിസന്ധിയിലാണ്. വിമാന കമ്പനികളുടെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ്, ചെക്ക് ഇൻ, ബോർഡിംഗ് പാസ് ആക്സസ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ അവതാളത്തിലായി. വിൻഡോസിന് സുരക്ഷാ സേവനങ്ങൾ നൽകുന്ന സൈബർ സെക്യൂരിറ്റി സ്ഥാപനമായ ക്രൗഡ്സ്ട്രക്കിന്റെ പ്രശ്നമാണ് വ്യാപക പ്രതിസന്ധിക്ക് കാരണം. ആഗോളമായി ബാധിക്കുന്ന പ്രശ്നം പരിഹരിക്കാൻ പരിശ്രമം തുടരുകയാണെന്നാണ് ക്രൗഡ്സ്ട്രക്ക് നൽകുന്ന വിശദീകരണം. ശക്തമായ മഴയെ തുടർന്ന് തൊട്ടിപ്പാൾ സ്കൂളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് സന്ദർശിച്ചു. കളപ്പുകര പഞ്ചായത്തിലെ തൊട്ടിപ്പാളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്നാണ് ക്യാമ്പ് ആരംഭിച്ചത്. CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം PK നിക്സൺ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PT കിഷോർ, CA രാജു, AK ബാലൻ, ഹരിഹരൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ PT കിഷോർ എന്നിവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനൊപ്പം ക്യാമ്പ് സന്ദർശിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്തിലെ 9-ാം വാർഡിൽ കുന്നത്തുപാടം റോഡിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് K രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജിജോ ജോൺ അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൻ തയ്യാലക്കൽ മുഖ്യാതിഥിയായി. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജോസി ജോണി, സനൽ മഞ്ഞളി, ദിനിൽ പാലപ്പറമ്പിൽ, സിജോ പുന്നക്കര, ജോ മാർട്ടിൻ, ജോൺസൺ, ഷാജിമോൻ എന്നിവർ പ്രസംഗിച്ചു. മുൻ MP TN പ്രതാപന്റെ പ്രാദേശിക ഫണ്ട് ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. സംസ്ഥാന വ്യാപകമായി തരിശു നിലം കൃഷി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി BKMU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ മണ്ഡലം കമ്മിറ്റികൾക്കും ഹൈബ്രിഡ് പയർ വിത്തുകൾ വിതരണം ചെയ്തു. BKMU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് CC മുകുന്ദൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലയിൽ 20-ലധികം സ്ഥലങ്ങളിൽ തരിശു നിലം കൃഷി തുടങ്ങിക്കഴിഞ്ഞെന്നും എല്ലാ മണ്ഡലം കമ്മിറ്റികളും കൃഷി വ്യാപിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുവെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു. ദേശീയ സെക്രട്ടറി PK കൃഷ്ണൻ ക്യാമ്പയിൻ വിശദീകരിച്ചു. VS പ്രിൻസ്, രജനി കരുണാകരൻ, രാജേഷ് കണിയാമ്പറമ്പിൽ, KK ഇന്ദുലാൽ, PS ജയൻ, KS തങ്കപ്പൻ, PS ബാബു എന്നിവർ നേതൃത്വം നൽകി. കരയാമ്പാടം പാടശേഖര സമിതിയുടെ കീഴിലുള്ള 100 ഏക്കറോളം വരുന്ന നെൽകൃഷി, മറ്റു കൃഷികൾ എന്നിവയിൽ നഷ്ടമുണ്ടായവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് BJP വരന്തരപ്പള്ളി മേഖലാ പ്രസിഡന്റ് രാജ്കുമാർ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരന് നിവേദനം നൽകി. ജനറൽ സെക്രട്ടറി അനിൽ തെക്കൂട്ട്, കർഷക മോർച്ച ജില്ലാ സമിതി അംഗം അജിതൻ നെല്ലിപ്പറമ്പിൽ, മണ്ഡലം പ്രസിഡന്റ് AK പുരുഷോത്തമൻ എന്നിവർ സന്നിഹിതരായി. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിയുടെ 1-ാം ചരമവാർഷികം ജീവകാരുണ്യ ദിനമായി ആചരിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് ചെങ്ങാലൂർ കാരുണ്യ നികേതനിലെ അന്തേവാസികൾക്ക് ഉച്ചഭക്ഷണം നൽകി. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു.
യൂത്ത് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ, പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, ജില്ലാ സെക്രട്ടറി ജനറൽ ഷെറിൻ തേർമടം, പ്രിൻസ് ഫ്രാൻസിസ്, ജസ്റ്റിൻ ജോൺസൺ, സച്ചിൻ ഷാജു, ലിനോ മൈക്കൽ എന്നിവർ നേതൃത്വം നൽകി. ഞാൻ പല തവണകളായിട്ട് ഇവിടെ വന്നിട്ടുള്ള ഒരാളാണ്. കഴിഞ്ഞ ഇതിൻ്റെ കൈമാറ്റ ചടങ്ങ് വലിയ വിപുലമായ രീതിയിൽ ഇവിടെ അച്ഛനും അതുപോലെ തന്നെ കാരുണ്യയുടെ നേരത്തെയുള്ള സേവിയൊക്കെ അടക്കം നടത്തുന്ന പരിപാടി ഗംഭീരമായി 2 ദിവസങ്ങളിലായിട്ട് നടന്നു. ഞാൻ വന്നിരുന്നു. അപ്പോൾ നിങ്ങളോടൊപ്പം നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി കാരുണ്യത്തിൻ്റെ നിങ്ങളുടെ ഈ സ്ഥാപനത്തിൻ്റെ നാമധേയത്തിൽ തന്നെ പറയാം. അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ കൊടകര മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബ് നടത്തുന്ന 153ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര GLP സ്കൂളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്യാമ്പ്. പരിശോധനയ്ക്കെത്തുന്നവർ കോവിഡ് പ്രോട്ടോകോൾ നിർബന്ധമായും പാലിക്കണമെന്ന് സംഘാടകർ അറിയിച്ചു. ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ P രാധാകൃഷ്ണൻ, KK വെങ്കിടാചലം, അനിൽ വടക്കേടത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടകര മേളകലാ സംഗീത സമിതിയുടെ 14ാം വാർഷികാഘോഷത്തിന്റെ ബ്രോഷർ പ്രകാശനം ശബരിമല മുൻ മേൽശാന്തി മംഗലത്ത് അഴകത്ത് മനക്കൽ AV ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നിർവഹിച്ചു. കൈമുക്ക് വൈദികൻ ശ്രീധരൻ നമ്പൂതിരി ഏറ്റുവാങ്ങി. സമിതി പ്രസിഡന്റ് ഉണ്ണി പോറാത്ത് അധ്യക്ഷത വഹിച്ചു. NSS ടൗൺ കരയോഗം പ്രസിഡന്റ് MLV നായർ, കൊടകര ഉണ്ണി, വിജിൽ മേനോൻ എന്നിവർ പ്രസംഗിച്ചു. ചിങ്ങം 1-നാണ് വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നത്. അവർ ഓരോ കവിതകൾ ഇങ്ങനെ കൊണ്ടുകൊടുക്കും. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഓരോ ദിവസം എനിക്ക് ഓരോ ഭക്ഷണം തരും, പക്ഷെ എല്ലാത്തിലും ഓരോ കല്ല് കടിക്കും. അത് ഞാനാണ് മാറ്റി വിമർശകനാണ് നഷ്ടം. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഒരു സാഹിത്യ ഇതെന്ന് പറഞ്ഞാൽ തുടങ്ങിയാൽ അവസാനിക്കാതെ ഇരിക്കില്ല. അത്രയ്ക്ക് വിമർശകനാണെങ്കിൽ പോലും ഇരിക്കാറില്ല. അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ പറയും കസരമേരിക്കുന്നത്, ഞാൻ നിലത്ത് ഇരിക്കാറുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ മുഖത്ത് എനിക്കറിയാം. അപ്പോൾ ഇദ്ദേഹം ചെറുലി മാരാരെ പറ്റി പറഞ്ഞു. അത് ആലിപ്പറമ്പ് ശിവരാമപിള്ളയാണ്. അദ്ദേഹത്തെ ഞാൻ മരിക്കുന്നതിന് 1 കൊല്ലം മുമ്പ് വരെ അദ്ദേഹത്തിൻ്റെ കൂടെ കൊല്ലത്തിൽ 2-3 വർഷം കലക്ഷൻ കാര്യങ്ങളൊക്കെ. ഒല്ലൂർ സമസ്ത കേരള വാരിയർ സമാജം ജില്ലാ കൺവെൻഷൻ ഞായറാഴ്ച രാവിലെ 10-ന് തൈക്കാട്ടുശ്ശേരി ALP സ്കൂൾ ഹാളിൽ നടക്കും. സംസ്ഥാന ജനറൽ സെക്രട്ടറി VV മുരളീധര വാര്യർ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണ വാര്യർ അധ്യക്ഷത വഹിക്കും. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. തുടർച്ചയായ 2ാം ദിനമാണ് സ്വർണ്ണവില കുറയുന്നത്. സർവകാല റെക്കോർഡിലെത്തിയ സ്വർണ്ണവില വ്യാഴാഴ്ച ഇടിയുകയായിരുന്നു. പവൻ 360 രൂപ കുറഞ്ഞു. വ്യാഴാഴ്ച 120 രൂപ കുറഞ്ഞിരുന്നു. 1 പവൻ സ്വർണത്തിന്റെ വെള്ളിയാഴ്ചത്തെ വിപണി വില 54,520 രൂപയാണ്. 2 ദിവസം കൊണ്ട് 480 രൂപയാണ് കുറഞ്ഞത്. ബുധനാഴ്ച സ്വർണ്ണവില ഒറ്റയടിക്ക് 720 രൂപ വർദ്ധിച്ച് 55,000-ലേക്ക് എത്തിയിരുന്നു. നിക്ഷേപകർ ഉയർന്ന വിലയിൽ ലാഭമെടുത്തതോടെ വില ഇടിയുകയായിരുന്നു. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നും കേന്ദ്ര സർക്കാർ ഭിന്നശേഷി മേഖലയിലെ 2024 ദേശീയ ഭിന്നശേഷി പുരസ്കാരത്തിനുള്ള നോമിനേഷൻ ക്ഷണിച്ചു. ഓരോ വിഭാഗത്തിലും നിർദ്ദിഷ്ട മാനദണ്ഡ പ്രകാരം ഓൺലൈനായി അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31. കൂടുതൽ വിവരങ്ങൾക്ക് www.awards.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വനിതാ ശിശു വികസന വകുപ്പ് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിലെ ജില്ലാ റിസോഴ്സ് സെന്ററിലേക്ക് വിദഗ്ധരുടെ പാനൽ തയ്യാറാക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. സൈക്യാട്രിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഫാമിലി കൌൺസിലർ, ഡി അഡിക്ഷൻ കൌൺസിലർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, LD റെമഡിയൽ ട്രെയിനർ, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് എന്നീ തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. അപേക്ഷകർ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം ബയോഡാറ്റ, സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഓഗസ്റ്റ് 31-നകം ജില്ലാ ശിശു സംരക്ഷണ ഓഫീസറുടെ കാര്യാലയം, 2ാം നില, സിവിൽ സ്റ്റേഷൻ, അയ്യന്തോൾ, തൃശൂർ 680003 എന്ന വിലാസത്തിൽ അപേക്ഷിക്കുക. ഫോൺ നമ്പർ 048723644445. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6815 രൂപ, പവന് 54,520 രൂപ. പുതുക്കാട് കണ്ണമ്പത്തൂർ ചിറ്റിലപ്പിള്ളി കുന്നൻ തോമസ് അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്.
വട്ടനാത്ര കൊല്ലേരി പത്മാവതി അമ്മ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ അറയ്ക്കൽ ബാലകൃഷ്ണൻ നായരാണ് ഭർത്താവ്. പത്മിനി, നളിനി, സുരേന്ദ്രൻ, നരേന്ദ്രൻ എന്നിവർ മക്കളും. ഗീത, പരേതരായ പീതാംബരൻ, രാജഗോപാൽ എന്നിവർ മരുമക്കളുമാണ്. പച്ചളിപ്പുറം പള്ളിപ്പാമഠത്തിൽ പരേതനായ കൃഷ്ണൻകുട്ടി നായർ ഭാര്യ കൈപ്പിള്ളി സരസ്വതിയമ്മ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഗീതയാണ് മകൾ. റിട്ടയേർഡ് ISRO എഞ്ചിനീയർ പറപ്പൂക്കര രാപ്പാൾ വാര്യത്ത് RV രാമൻ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചന്ദ്രികയാണ് ഭാര്യ. രമേശ് മകനാണ്. മുപ്ലിയം തെക്കിനിയത്ത് അമ്പഴക്കാടൻ പൈലോത്ത് അന്തരിച്ചു. 81 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ദേവസി, ഷൈനി, എൽസി എന്നിവർ മക്കളും. ഗ്രേസി, ജോയ്, അഗസ്റ്റിൻ, ജോൺസൺ മൂലൂർ എന്നിവർ മരുമക്കളുമാണ്. ചെങ്ങാലൂർ തരകൻ കുരിശ്ശേരി ആൻഡ്രു അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ദേശീയപാതയിൽ ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. കോടാലി മുരുക്കുങ്ങലിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു. മുരുക്കുങ്ങൽ താളുപ്പാടത്ത് മുണ്ടാടൻ ബാബുവിന്റെയും പോളിന്റെയും കൃഷികളാണ് കാട്ടാന നശിപ്പിച്ചത്. പാലപ്പിള്ളി നടാമ്പാടത്ത് ഒറ്റയാൻ വനാതിർത്തിയിലെ സുരക്ഷാ ഭിത്തിയും സോളാർ വേലിയും തകർത്തു. തൃശൂർ ജില്ലാ കളക്ടറായി അർജുൻ പാണ്ഡ്യൻ ചുമതലയേറ്റു. ജില്ലയുടെ ആവശ്യങ്ങളും സാധ്യതകളും വിശദമായി പഠിച്ചുള്ള ഇടപെടലുകൾ നടത്തുമെന്ന് കളക്ടർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.